നമസ്തേ സർവേഷാം രുദ്ര അറ്റ് സ്കൂൾ പ്രതി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ വനരാജി സമ്പദഃ എന്ന പാഠത്തിലൂടെ കാടിന്റെ ഭംഗിയും കുറച്ച് കാട്ടറിവുകളും ഒക്കെയായി കടന്നു പോന്നു. നമുക്ക് രണ്ടാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. പാഠസ്യ നാമ ക്ഷിതിരാർദ്ര ഭവേത് സദാ. ദ്വിതീയഃ പാഠഃ ക്ഷിതിരാർദ്ര ഭവേത് സദാ. പാഠപ്രവേശഃ. പൂർവസ്മിൻ പാഠേ വനസംരക്ഷണസ്യ പ്രാധാന്യം അസ്മാഭിരവഗതം. കഴിഞ്ഞ പാഠത്തില് വനസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. വനപരിപാലനം അകൃതം ചേത് കിം കിം ഭവിഷ്യതി. വനപരിപാലനം ചെയ്തിട്ടില്ലെങ്കിൽ, വനത്തെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെയാ ഉണ്ടാവുക? കിം കിം ഭവിഷ്യതി. വായോഹോ ജലസ്യ ച സംരക്ഷണേ വനം കഥം സഹായകം ഭവതി ഇതി ഭവന്തഃ ചിന്തിതവന്തഃ ഖലു. വായുവിൻ്റെയും ജലത്തിൻ്റെയും സംരക്ഷണത്തിൽ വനം കഥം സഹായകം ഭവതി, കാട് എങ്ങനെയാണ് സഹായകമാവണത്? ഇതി ചിന്ത, ഇതി എന്ന് ഭവന്തഃ നിങ്ങൾ ചിന്തിതവന്തഃ ഖലു, ചിന്തിച്ചിട്ടുണ്ടോ? വനനാശനേന ആഗോളതാപനം അനാവൃഷ്ടിഃ ഇത്യാദീനി സംഭവന്തി ഇതി സർവൈഹി ജ്ഞാതം. വനനശീകരണേന, വനം നശിപ്പിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ വനനാശനേന, വനം നശിപ്പിക്കുന്നതിലൂടെ ആഗോളതാപനം, അനാവൃഷ്ടിഃ മഴയില്ലാത്ത അവസ്ഥ, ഇത്യാദീനി സംഭവന്തി ഇതി ഇവയൊക്കെ സംഭവിക്കുമെന്ന് സർവൈഹി ജ്ഞാതം എല്ലാവർക്കും അറിയാം. അസ്യ ക്ലേശം ന കേവലം മാനവാഹ അപിതു സർവാണി ജീവജാലാനി അനുഭവന്തി. ഈ ഒരു ബുദ്ധിമുട്ട് ന കേവലം മാനവാഹ മനുഷ്യര് മാത്രല്ല, കിന്തു പിന്നെയോ അപിതു സർവാണി ജീവജാലാനി എല്ലാ ജീവജാലങ്ങളും അനുഭവന്തി, ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. താദൃശീം ഏകാം കഥാം പഠാമഹ. അങ്ങനെയുള്ള ഒരു കഥ നമുക്ക് പഠിക്കാം. ആമുഖം. അനാവൃഷ്ട്യാ പീഡിതാനാം പ്രാണിനാം അവസ്ഥാപ്രതിപാദികാഃ ബഹ്വഃ കഥാഃ സാഹിത്യലോകേ സന്തി. അനാവൃഷ്ട്യാ മഴയില്ലാത്തതിനാൽ, പീഡിതാനാം പ്രാണിനാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവികളുടെ, അവസ്ഥാപ്രതിപാദികാഃ അവസ്ഥയെ പ്രതിപാദിക്കുന്ന, ബഹ്വഃ കഥാഃ ധാരാളം കഥകള് സാഹിത്യലോകേ സന്തി സാഹിത്യലോകത്തിലുണ്ട്. ഏതദ് വിഷയികാഃ കഥാഃ കൈരള്യാമപി വിദ്യന്തെ. ഏതദ് വിഷയികാഃ കഥാഃ ഈ വിഷയത്തിലുള്ള, ഇതേ വിഷയത്തിലുള്ള കഥകള് കൈരള്യാമപി വിദ്യന്തെ മലയാളത്തിലും ഉണ്ട്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മഹാശയേന വിരചിതായാം ജലസേചനം ഇതി കവിതായാമപി ഏഷ ഏവ വിഷയഃ പ്രതിപാദിതഃ വർത്തതെ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മഹാശയേന, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന മഹാകവിയാൽ വിരചിതായാം എഴുതിയിട്ടുള്ള ജലസേചനം ഇതി കവിതായാമപി, ജലസേചനം എന്ന കവിതയിലും ഏഷ ഏവ വിഷയഃ ഈ വിഷയം തന്നെ പ്രതിപാദിതഃ വർത്തതെ പ്രതിപാദിച്ച് കാണുന്നുണ്ട്. തസ്മാത് ആശയാത് സമാകലിതോയം പാഠഭാഗഃ. തസ്മാത് ആശയാത് ആ ആശയത്തിൽ നിന്ന് സമാകലിതഃ എടുത്തിട്ടുള്ളതാണ് അയം പാഠഭാഗഃ ഈ പാഠഭാഗം. ദ്വാരക തന്നിൽ നിന്നെത്തിയ രാമനോടേറിയ ദുഃഖം കഥിച്ചു ഗോപർ. കണ്ടിതോ ഭദ്രാവരണ്ടുപോയി മന്നിടം കണ്ണുനീർ മാത്രമേ വറ്റാനുള്ളൂ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ജലസേചനം എന്ന കവിതയിലെ വരികളാണിത്. ഈ കവിതയുടെ ഒരു കഥാരൂപമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാഠത്തിലേക്ക് പ്രവേശിക്കാം. പുഷ്പഫല സമൃദ്ധൈഃ തരുലതാദിഭിഃ സമ്പന്നോ ഭവതി ഗോവർദ്ധനാചലസ്യ സാനുപ്രദേശഃ. പുഷ്പഫല സമൃദ്ധൈഃ പൂക്കളാലും ഫലങ്ങളാലും കായ്കളാലും സമൃദ്ധമായിട്ടുള്ളതും, തരുലതാദിഭിഃ സമ്പന്നോ ഭവതി തരുലതാദികൾ വൃക്ഷലതാദികൾ കൊണ്ട്
സമ്പന്നമാണ് ഗോവർദ്ധനാചലസ്യ സാനുപ്രദേശ. ഗോവർദ്ധനം എന്ന അചലസ്യ പർവ്വതത്തിൻ്റെ സാനുപ്രദേശം, താഴ്വരകൾ. തത്രസ്ഥാഹ ജനാഹ പശുപാലനം കാർഷികവൃത്തിം ച കൃത്വ ജീവനമകുർവൻ. തത്രസ്ഥാഹ ജനാഹ, അവിടെയുള്ള ജനങ്ങൾ പശുപാലനം, പശുക്കളെ സംരക്ഷിക്കുക, കാർഷികവൃത്തി, കാർഷികവൃത്തി ച കൃത്വ, കാർഷികവൃത്തിയും ചെയ്തിട്ടാണ് ജീവനമകുർവൻ, ജീവിച്ചിരുന്നത്. ഗച്ഛതാ കാലേന അനാവൃഷ്ട്യ ഗ്രീഷ്മാതപേന ച സ്വയം പ്രദേശോ മരുപ്രദേശകൽപഃ സംവൃത്തഃ. ഗച്ഛതാ കാലേന, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, അനാവൃഷ്ട്യ മഴയില്ലാതെ, ഗ്രീഷ്മാതപേന കൊടും ചൂടിനാൽ, ച മഴയില്ലാതെയും കൊടും ചൂടിനാലും, സഹ അയം ദേശഃ ആ പ്രദേശം, മരുപ്രദേശകൽപഃ സംവൃത്തഃ മരുഭൂമിക്ക് തുല്യമായി മാറി. മരുഭൂമി അറിയാലോ നിങ്ങൾക്ക്. സർവാണി ജീവജാലാനി ജല അഭാവേന പ്രചണ്ഡാതപേന ച ബഹുധാ ക്ലേശാൻ അന്വഭവൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? സർവാണി ജീവജാലാനി, എല്ലാ ജീവജാലങ്ങളും ജല അഭാവേന, വെള്ളത്തിന്റെ അഭാവം കാരണം, പ്രചണ്ഡാതപേന ച കൊടും ചൂടിനാലും, ബഹുധാ വളരെയധികം, ക്ലേശാൻ അന്വഭവൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ദിനേഷു ഗതേഷു ദ്വാരകാതഃ ആഗതഃ ബലഭദ്രഃ ഗോകുലവാസിനാം ഇമാം അവസ്ഥാം അന്വപശ്യത്. ദിനേഷു ഗതേഷു, ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ, ദ്വാരകാതഃ ആഗതഃ ദ്വാരകയിൽ നിന്ന് എത്തിയ, വന്ന, ബലഭദ്രഃ ബലഭദ്രൻ, ഗോകുലവാസിനാം ഇമാം അവസ്ഥാം ഗോകുലവാസിനാം ഗോകുലവാസികളുടെ, ഇമാം അവസ്ഥാം ഈ അവസ്ഥയെ, അന്വപശ്യൻ കണ്ടു. സർവത്ര ഉഷ്ണവാതേന ധൂളീകലാപഃ പ്രസരതി. സർവത്ര എല്ലായിടത്തും, ഉഷ്ണവാതേന ചുടുകാറ്റിനാൽ, ധൂളീകലാപഃ പൊടിപടലങ്ങൾ, പ്രസരതി പരക്കുന്നുണ്ട്, വ്യാപിക്കുന്നു. മഹാതരൂണാം ശാഖാപത്രാണി സർവത്ര ശുഷ്കാണ്യപതൻ. മഹാതരൂണാം വലിയ വൃക്ഷങ്ങളുടെ, ശാഖാപത്രാണി കൊമ്പുകളും ഇലകളുമൊക്കെ, സർവത്ര എല്ലായിടത്തും, ശുഷ്കാണി അപതൻ ഉണങ്ങിയിട്ട് വീണു, നിലത്ത് പതിച്ചു എന്നർത്ഥം. ഉഷ്ണാതപേന പീഡിതാനാം വത്സാനാം സശോകം അംബാരവമപി തസ്യ കർണയോഹോ ന്യപതത്. ഉഷ്ണാതപേന കൊടും ചൂടിനാൽ, പീഡിതാനാം ബുദ്ധിമുട്ടുന്ന, ക്ലേശമനുഭവിക്കുന്ന, വത്സാനാം കുട്ടികളുടെ, പശുക്കിടാങ്ങളുടെ, സശോകം വളരെ ശോകമായിട്ടുള്ള, അംബാരവമപി അംബാരവം അമ്മേന്നുള്ള ആ വിളി, അമ്മേന്നുള്ള ആ കരച്ചില്, തസ്യ കർണയോഹോ അദ്ദേഹത്തിന്റെ ചെവികളില്, ന്യപതത് പതിച്ചു. ഏവം ഇപ്രകാരം, ഗോകുലാനാം ഏതാം ദുർദശാം നിശമ്യ സീരപാണേഹേ ഹൃദയം നിതരാം വ്യാകുലമഭവത്. ഏവം ഇപ്രകാരം, ഗോകുലാനാം ഏതാം ദുർദശാം നിശമ്യ, ഗോകുലത്തിലുള്ളവരുടെ, ആ ഗോകുലത്തിൽ താമസിക്കുന്നവരുടെ ഈ ദുരവസ്ഥ നിശമ്യ കണ്ടിട്ട്, സീരപാണേഹേ ഹൃദയം ബലഭദ്രന്റെ ഹൃദയം, നിതരാം വ്യാകുലമഭവത് വളരെയധികം വിഷമിച്ചു, വ്യാകുലപ്പെട്ടു എന്നർത്ഥം. നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ മനസ്സിലാക്കിയത് എന്താണ്? ഒരു ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്വാരത്തില് നല്ല പുഷ്പഫലങ്ങൾ നിറഞ്ഞതും, പിന്നെ വൃക്ഷലതാദികൾ കൊണ്ടും സമ്പന്നമായ ഒരു ദേശം. അവിടെ മഴയില്ലാണ്ടാവുകയാണ്. മഴയില്ലാണ്ടായതോടുകൂടി വെള്ളത്തിന് ക്ഷാമം വന്നു. പശുക്കിടാങ്ങളും എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയപ്പോൾ, അങ്ങോട്ടേക്ക് ദ്വാരകയിൽ നിന്ന് വന്ന ബലഭദ്രൻ ഈ കാഴ്ചയൊക്കെ കാണുകയാണ്. ഗോകുലവാസികളുടെ ഈ ദുരവസ്ഥ കാണുകയാണ്. അപ്പോൾ ഈ ദുരവസ്ഥയൊക്കെ കണ്ടിട്ട് അദ്ദേഹവും വളരെ ദുഃഖിതനാവുന്നു.
അത്രയും ഭാഗമാണ് നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കിയത്. ദശാമിമാം നിരീക്ഷ്യ സൂരജായാഹ തീരെ സ്ഥിതം ഹലായുധം ഉപേത്യ കേചന ഗോപാലകാഹ ഏവമവദത്. ദശാമിമാം നിരീക്ഷ്യ, ഈ ദശാം ഇമാം, ഈ അവസ്ഥ നിരീക്ഷ്യ കണ്ടുകൊണ്ട്, സൂരജായാഹ സൂരജയുടെ കാളിന്തിയുടെ തീരത്തില് സ്ഥിതം നിൽക്കുന്ന ഹലായുധം ഉപേത്യ ഹലായുധനെ ബലഭദ്രനെ സമീപിച്ചിട്ട് കേചന ഗോപാലകാഹ കുറച്ച് ഗോപാലകന്മാര് ഏവമവദൻ ഇങ്ങനെ പറഞ്ഞു. ഭോ ബലദേവ അസ്മാകം പ്രദേശോയം ജലാഭാവേന ഊഷരാ ഭവതി. ഭോ ബലദേവ, അല്ലയോ ബലദേവ, അസ്മാകം പ്രദേശഃ അയം, അസ്മാകം അയം പ്രദേശഃ, നമ്മുടെ ഈ പ്രദേശം ജല അഭാവേന വെള്ളമില്ലാത്തതിനാൽ ഊഷരാ ഭവതി വരണ്ടിരിക്കുകയാണ്. അത്ര ജലമിതി വ്യവഹർത്തും ഇദാനീം അസ്മാകം നേത്രാംബുകണമേവ ശിഷ്ടമസ്തി. നോക്കൂ, അത്ര ഇവിടെ ജലമിതി വ്യവഹർത്തും, ജലം ഇതി വ്യവഹർത്തും, വെള്ളം എന്ന് പറയാനായിട്ട്, ഇദാനീം അസ്മാകം ഇപ്പോ ഞങ്ങൾക്ക് നേത്രാംബുകണം ഏവ കണ്ണുനീർ തുള്ളികൾ മാത്രമാണ് ശിഷ്ടമസ്തി അവശേഷിക്കുന്നത്. ഉന്നത വൃക്ഷാഹ അപി ചണ്ടാംശുകിരണൈഹി ശുഷ്കാഹ ജാതാഹ. ഉന്നത വൃക്ഷാഹ അപി ഉയരമുള്ള വൃക്ഷങ്ങളും ചണ്ടാംശുകിരണൈഹി സൂര്യന്റെ കഠിനമായ രശ്മികളാൽ ശുഷ്കാഹ ജാതാഹ ഉണങ്ങിപ്പോയി. തർഹി തൃണാനാം കാര്യം കിമുത. അങ്ങനെയാണെ പിന്നെ പുല്ലുകളുടെ കാര്യം പറയാനുണ്ടോ എന്നാ ചോദിക്കുന്നത്. കാരണം ഉയർന്നു നിൽക്കുന്ന നല്ല ശക്തരായിട്ടുള്ള വൃക്ഷങ്ങൾ വരെ സൂര്യന്റെ കഠിനമായിട്ടുള്ള ചൂടേറ്റിട്ട് ഉണങ്ങി കരിഞ്ഞുപോയി, പിന്നെ പുല്ലുകളുടെ കാര്യം പറയാനുണ്ടോ? ഇതാരാ ചോദിക്കുന്നത്? ഈ കാളിന്തിയുടെ തീരത്ത് നിന്നിട്ട് ഈ ദുരവസ്ഥ വീക്ഷിക്കുന്ന നമ്മുടെ ബലഭദ്രനോട് ഗോകുലവാസികൾ ചെന്നിട്ട് പറയാണ്, ഇതാണ് അവസ്ഥ, ഇവിടെ ഒട്ടും വെള്ളമില്ല, ഇനി വെള്ളം എന്ന് പറയാൻ ഗോകുലവാസികളുടെ കണ്ണുനീർ തുള്ളികൾ മാത്രമാണ് അവശേഷിക്കുന്നത്, വലിയ വൃക്ഷങ്ങളൊക്കെ ഉണങ്ങിക്കരിഞ്ഞുപോയി, അപ്പോ പുല്ലുകളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏതദാകർണ്യ ആശ്രിതവത്സലസ്യ ഹലധരസ്യ ഹൃദയം കൃപാർദ്രം അഭവത്. ഏതത് ആകർണ്യ, ഇത് കേട്ടിട്ട്, ആശ്രിതവത്സലസ്യ ഹലധരസ്യ, ആശ്രിതവത്സലനായ ഹലധരന്റെ ഹൃദയം കൃപാർദ്രം അഭവത്, കൃപ കൊണ്ട് ആർദ്രമായി കരുണയുള്ളതായി എന്ന് അർത്ഥം. ചിന്താമഗ്നഃ സഹ കാളിന്ദീ തീരെ നിഷസാദ. ചിന്താമഗ്നഃ സഹ, എന്തോ ചിന്താമഗ്നനായ അദ്ദേഹം കാളിന്ദീ തീരെ, കാളിന്ദിയുടെ തീരത്ത് നിഷസാദ ഇരുന്നു. തസ്യ മനസി വർഷകാലാകാശേ നവപയോദ ഇവ കാചന ചിന്താ പ്രാദുരഭൂത്. തസ്യ മനസി, അദ്ദേഹത്തിന്റെ മനസ്സില്, വർഷകാലാകാശേ, വർഷകാലത്തിലെ ആകാശത്തിലെ, നവപയോദൈവ പുതുമേഘം എന്ന പോലെ, ഒരു പ്രതീക്ഷ നൽകുന്ന പുതുമേഘം, മഴ പെയ്യുമെന്ന പ്രതീക്ഷ നൽകുന്ന എന്നതുപോലെ ഒരു ചിന്ത പ്രാദുരഭൂത് ആവിർഭവിച്ചു. വിഷമിച്ചിരിക്കുകയാണ് അല്ലെ, എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരിക്കുകയാണ്. വെള്ളമില്ലാത്ത അവസ്ഥ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എല്ലാവരെയും, ഗോകുലവാസികളെ എല്ലാവരെയും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വർഷകാലത്തിലെ ആകാശത്തിലെ പുതുമേഘം എന്ന പോലെ ഒരു ചിന്ത, ഒരു പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. ജലസേചനാത് ഋതേ ഗോകുലസ്യ ദുരിതപരിഹരണായ അന്യഃ ഉപായഃ നാസ്തി. ജലസേചനാത് ഋതേ, ജലസേചനമല്ലാതെ, ഗോകുലസ്യ ഈ ഗോകുലത്തിന്റെ ദുരിതപരിഹരണായ ദുരിതം പരിഹരിക്കുവാനായിട്ട് അന്യഃ ഉപായഃ ന അസ്തി, വേറൊരു ഉപായം ഇല്ല. ഏവം വിചിന്തയൻ കാളിന്ദീം അവദത്. ഏവം വിചിന്തയൻ, ഇങ്ങനെ ചിന്തിച്ചിട്ട്, എങ്ങനെ ചിന്തിച്ചിട്ട്?
ജലസേചനമല്ലാണ്ട് ഈ ഗോകുലത്തിലെ ഈ ദുരന്തം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ, ദുർദശ പരിഹരിക്കാൻ വേറൊരു ഉപായമില്ല എന്ന് ചിന്തിച്ചിട്ട് കാളിന്ദിയും കാളിന്ദിയോട് പറഞ്ഞു. ഭോ കളിന്ദജേ അസ്തശോഭം ഗോകുലം കിം ന പശ്യസി. ഭോ കളിന്ദജേ, അല്ലയോ കാളിന്തി, അസ്തശോഭം ഗോകുലം, ശോഭ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗോകുലം, ഗോകുലത്തെ കിം ന പശ്യസി, നീ കാണുന്നില്ലേ? ഹേ ഭൂലോക സേവിനി, അല്ലയോ ഭൂലോകത്തെ സേവിക്കുന്നവളെ, ഭൂമിയെ സേവിക്കുന്നവളെ, കാരുണ്യശാലിനി, കാരുണ്യശീലമുള്ളവളെ, ഗോലോകവാസിനാം മുഖ്യ പയസ്വിനി, ഗോലോകവാസിനാം, ഈ പശുക്കളുടെ ലോകമാണിത് അല്ലെ, ഗോവർദ്ധനം. ഇവിടത്തെ ഈ പശുക്കളുടെ ലോകത്തിലെ മുഖ്യമായ നദിയായ നീ, അതിനാണ് മുഖ്യ പയസ്വിനി. ത്വത് കാരുണ്യമേവ തൃണാന്യേതാനി, നിന്റെ കാരുണ്യമാണ് ഈ പുല്ലുകളെല്ലാം. തവ പ്രേമ ഏവ അത്ര ക്ഷീരരൂപേണ പ്രവഹതി, നിന്റെ സ്നേഹമാണിവിടെ ക്ഷീരരൂപത്തിൽ ഒഴുകുന്നത്. അതഃ പുനരപി തവ കൃപാം അത്ര സർവത്ര പ്രസാരയതു ഇതി പ്രാർത്ഥയെ. അതഃ, അതുകൊണ്ട് പുനരപി, വീണ്ടും, തവ കൃപാം, നിന്റെ കാരുണ്യത്തെ, അത്ര സർവത്ര, ഇവിടെ എല്ലായിടത്തും, പ്രസാരയതു, പരത്തു, വ്യാപിപ്പിക്കൂ, ഇതി പ്രാർത്ഥയെ, ഇതി അഹം പ്രാർത്ഥയെ, എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഈ പാരഗ്രാഫിൽ നമ്മൾ മനസ്സിലാക്കിയത്? ഗോകുലത്തിലെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അതിന് ജലസേചനമല്ലാതെ വേറൊരു ഉപായമില്ല എന്ന് ചിന്തിച്ചിട്ട്, ഒരു വർഷകാല ആകാശത്തിലെ പുതുമേഘം എന്ന പോലെ ഈ ഒരു ചിന്ത നമ്മുടെ ബലഭദ്രനിൽ എത്തിയപ്പോൾ അദ്ദേഹം കാളിന്ദിയോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. കാളിന്ദിയുടെ സ്നേഹമാണ് ഇവിടെ ക്ഷീരരൂപത്തിൽ ഒഴുകുന്നത്. കാളിന്ദിയുടെ കാരുണ്യമാണ് ഈ പുല്ലുകൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എല്ലായിടത്തും, അത്ര സർവത്ര, തവ കൃപാം പ്രസാരയതു, നിന്റെ ആ കാരുണ്യം വ്യാപിപ്പിക്കൂ എന്ന് ബലഭദ്രൻ കാളിന്ദിയോട് അപേക്ഷിക്കുകയാണ്. ഹലായുധസ്യ മധുരോദാരാം ഇമാം വാണീം ശ്രോതും വിമുഖ ഇവ സാ സ്രോതസ്വിനി സ്വച്ഛന്തം പ്രാവഹത്. എന്താ സംഭവിച്ചത്? ഹലായുധസ്യ, നമ്മുടെ ബലഭദ്രന്റെ, മധുരോദാരാം ഇമാം വാണീം, മധുരവും ഉദാരവുമായ ഈ വാക്കുകളെ ശ്രോതും, കേൾക്കുവാൻ, വിമുഖ ഇവ, വിമുഖയായ എന്നതുപോലെ, താല്പര്യമില്ലാത്തതുപോലെ, സാ സ്രോതസ്വിനി, ആ നദി, സ്വച്ഛന്തം പ്രാവഹത്, അതിൻ്റെ ഇഷ്ടം പോലെ സ്വച്ഛന്തമായിട്ട് ഒഴുകി. തത് ദൃഷ്ട്വാ ബലഭദ്രഃ കോപാന്ധഃ അഭവത്. തത് ദൃഷ്ട്വാ, അത് കണ്ടിട്ട്, ബലഭദ്രഃ, നമ്മുടെ ബലഭദ്രൻ, കോപാന്ധഃ അഭവത്, കോപം കൊണ്ട് അന്ധനായി, ദേഷ്യം കൊണ്ട് അന്ധനായി. സക്രോധം സ അവദത്, സക്രോധം, ക്രോധത്തോടുകൂടി, ദേഷ്യത്തോടുകൂടി, സഹ അവദത്, അവൻ പറഞ്ഞു. സർവേഷു ജന്തുഷു ജലാഭാവേന പീഡിതേഷു സത്സു സ്വകീയം ശുദ്ധം ജലം വൃഥാ ലവണാംഭസി നിക്ഷിപസി കില. സർവേഷു ജന്തുഷു, എല്ലാ ജീവജാലങ്ങളും, ജല അഭാവേന, വെള്ളമില്ലാത്തതിനാൽ, പീഡിതേഷു സത്സു, ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ, വിഷമിച്ചിരിക്കുമ്പോ, സ്വകീയം ശുദ്ധം ജലം, നിന്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ശുദ്ധം ജലം, വൃഥാ, വെറുതെ, ലവണാംഭസി നിക്ഷിപസി കില, ലവണാംഭസില്, ഉപ്പുള്ള കടലില്, ഉപ്പുരസമുള്ള കടലില്, നിക്ഷിപസി കില, നീ നിക്ഷേപിക്കുകയാണോ? തവ ഗർവമിതാനീം ഹനിഷ്യാമി, തവ, നിന്റെ ഗർവം, ഇതാനീം, നിന്റെ ഗർവം, അഹങ്കാരം ഇപ്പോ, ഹനിഷ്യാമി, ഞാൻ ഇല്ലാണ്ടാക്കും. ഏവമുക്ത്വാ സഹ ഹലേന ബലാത് കളിന്ദജായാഹ തീരം വിദാര്യ തതഃ ഗോവർദ്ധന പര്യന്തം പയപ്രണാളീം അകരോത്.
ഏവമുക്ത അങ്ങനെ പറഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞിട്ട് അദ്ദേഹം ബലഭദ്രൻ ഹലേന തൻ്റെ കലപ്പ കൊണ്ട് ബലാത് ബലമായി കളിന്ദജായാഹ തീരം വിതാര്യ കാളിന്തിയുടെ തീരം വിതാര്യ ഇങ്ങനെ മുറിച്ചിട്ട് പകർത്തിട്ട് തതഹ അവിടെ നിന്ന് ഗോവർദ്ധന പര്യന്തം ഗോവർദ്ധനം വരെ പയപ്രണാളിയും അകരു ഒരു തോട് വെള്ളത്തിന്റെ ഒരു തോട് നിർമ്മിച്ചു. ആ കാളിന്തിയുടെ ആ ഭൂമിയെ പിളർത്തിയിട്ട് ഗോവർദ്ധനം വരെ ഒരു തോട് നിർമ്മിച്ചു. എന്നിട്ട് എന്തുണ്ടായി നോക്കൂ. തേന മാർഗേണ യമുനാജലം കളകളാരവൈഹി സഹ പ്രാവഹച്ച. തേന മാർഗേണ നമ്മുടെ ബലഭദ്രൻ ഉണ്ടാക്കിയ ആ മാർഗത്തിലൂടെ യമുനാജലം യമുനയിലെ ജലം കളകളാരവൈഹി സഹ കളകള ശബ്ദത്തോടുകൂടി പ്രാവഹത് ച ഒഴുകുകയും ചെയ്തു. ഗോപാസ്തു ജലപ്രവാഹേന ഉദ്ഭൂതം മൃദ്ഗന്ധം ആഘ്രായ ആനന്ദനർത്തനം കൃത്വ ഏവം പ്രാർത്ഥയന്തഃ. ഗോപാസ്തു ഗോപാഹത്തു ഗോപന്മാരാവട്ടെ ജലപ്രവാഹേന ആ ജലപ്രവാഹം കൊണ്ട് ഉദ്ഭൂതം ഉണ്ടായിട്ടുള്ള മൃദ്ഗന്ധം ആ മണ്ണിന്റെ ഗന്ധം ആഘ്രായ മണത്തിട്ട് ആനന്ദനർത്തനം കൃത്വ ആനന്ദത്തോടുകൂടി നൃത്തം ചെയ്തിട്ട് സന്തോഷ നൃത്തം വെച്ചിട്ട് ഏവം പ്രാർത്ഥയന്തഃ ഇങ്ങനെ പ്രാർത്ഥിച്ചു. സർവേഷാം ജീവജാലാനാം സർവസൗഭാഗ്യദായിനി സർവം സഹേയം ജനനി ക്ഷിതിരാർദ്രാ ഭവേത് സദാ. സർവേഷാം ജീവജാലാനാം എല്ലാ ജീവജാലങ്ങളുടെയും സർവസൗഭാഗ്യദായിനി എല്ലാ ജീവജാലങ്ങൾക്കും സർവസൗഭാഗ്യങ്ങൾ എല്ലാ സൗഭാഗ്യങ്ങളും ദായിനി നൽകുന്നവളായ ജനനി. ഈ ജനനി പിന്നെ എങ്ങനെയാണ്? സർവം സഹ എല്ലാം സഹിക്കുന്നവളുമായ ഇയം ജനനി ഈ ജനനി സർവദാ സദാ എല്ലായ്പ്പോഴും ആർദ്രാ ഭവേത് ആർദ്രയായിരിക്കട്ടെ കുളിരുള്ളതാവട്ടെ എന്ന് പറയാണ്. ഒന്നുകൂടി നമുക്ക് ശ്ലോകം നോക്കാം. സർവേഷാം ജീവജാലാനാം സർവസൗഭാഗ്യദായിനി സർവം സഹേയം ജനനി ക്ഷിതിരാർദ്രാ ഭവേത് സദാ. സാ ജനനി എങ്ങനെയുള്ള ജനനിയാണ്? സർവസൗഭാഗ്യദായിനി എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നവളാണ്. ആർക്കാ എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നത്? സർവേഷാം ജീവജാലാനാം എല്ലാ ജീവജാലങ്ങൾക്കും സർവ സൗഭാഗ്യങ്ങളും നൽകുന്നവളും സർവം സഹ എല്ലാം സഹിക്കുന്നവളാണ്. ഇവിടെ ബലഭദ്രൻ തന്റെ കലപ്പ കൊണ്ട് ആ ഭൂമിയെ പിളർത്തപ്പോ വകുത്തു മാറ്റിയപ്പോ അതെല്ലാം സഹിച്ചു. അങ്ങനെ എല്ലാം സഹിക്കുന്നവളായ ജനനി ക്ഷിതി അമ്മയായ ക്ഷിതി ഭൂമി സദാ സർവദാ എല്ലായ്പ്പോഴും ആർദ്രാഭവേ ആർദ്രയായിരിക്കട്ടെ. സമൃദ്ധമായ വൃക്ഷലതാദികൾ കൊണ്ടും പൂക്കൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും സമൃദ്ധമായ ഒരു സാനുപ്രദേശം, ഗോവർദ്ധന പർവ്വതത്തിൻ്റെ സാനുപ്രദേശം. വളരെ സന്തോഷമായിട്ട് എല്ലാവരും കഴിയുകയാണ്. പെട്ടെന്നൊരു ദിവസമാണ്, കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ പെട്ടെന്നൊരു ദിവസമാണ് അവിടെ വെള്ളമില്ലായ്മ, വരൾച്ച അനുഭവപ്പെടുന്നത്. ആ വെള്ളമില്ലാത്തതിനാൽ ഗോകുലവാസികളും പശുക്കിടാങ്ങളും എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്കറിയാം വെള്ളമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന്. ഈ പ്രദേശത്തേക്ക് ദ്വാരകയിൽ നിന്ന് വരുന്ന ബലഭദ്രൻ എത്തുന്നുണ്ട് കഥയിൽ. ബലഭദ്രൻ ഈ അവസ്ഥയൊക്കെ കണ്ട് വളരെയധികം വിഷമിക്കുന്നുണ്ട്. എന്തൊരു പരിഹാരം കാണുമെന്ന് ചിന്തിച്ചു കാളിന്തിയുടെ തീരത്ത് ഇരിക്കുമ്പോൾ കുറച്ചു ഗോപാലകന്മാർ വന്നിട്ട് ഈ ഗോകുലവാസികളുടെ അവസ്ഥയെ, വളരെ ദയനീയമായ അവസ്ഥയെ അവതരിപ്പിക്കുന്നുണ്ട്. വെള്ളമില്ല എന്ന ഒരു അവസ്ഥ ഇത്രയും ഭീകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയില്ല. എന്താ ആ ഗോപാലകർ പറഞ്ഞത്? ഇവിടെ വെള്ളം എന്ന് പറയാൻ കണ്ണുനീർ കണങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ്. അത്രയും ഭീകരമായിട്ട് വെള്ളമില്ലായ്മയെ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കില്ലല്ലോ. ഇത് കേട്ട് എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന നമ്മുടെ ബലഭദ്രൻ
പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വർഷകാല ആകാശത്തിലെ പുതുമേഘം എന്നതുപോലെ ഒരു പുതിയ ആശയം, ഒരു പ്രതീക്ഷയുണർത്തുന്ന ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ജലസേചനമല്ലാതെ വേറൊരു പരിഹാരമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പരിഹാരത്തിനായിട്ട് കാളിന്തിയെ സമീപിക്കുന്നുണ്ട്. കാളിന്തിയെ ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഭൂലോക സേവിനി, മുഖ്യ പയസ്വിനി, മുഖ്യമായ നദി എന്നൊക്കെ പറഞ്ഞ് കാളിന്തിയോട് പറയുന്നുണ്ട്. കാളിന്തിയുടെ കാരുണ്യം കൊണ്ടാണ് ഇവിടെ ഈ പുൽക്കൊടികൾ നിൽക്കുന്നത്. ഇവിടെ ക്ഷീരരൂപത്തിൽ ഒഴുകുന്നത് കാളിന്തിയുടെ കാരുണ്യമാണ്. അതുകൊണ്ട് കാളിന്തിയുടെ കാരുണ്യം എല്ലായിടത്തും വ്യാപിപ്പിക്കണമെന്ന് ബലഭദ്രൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ബലഭദ്രന്റെ ന്യായമായ ഈ ആവശ്യം ഒട്ടും ഗൗനിക്കാതെ കാളിന്തി സ്വച്ഛന്തമായിട്ട് ഒഴുകുകയാണ്. സ്വാഭാവികമായും ദേഷ്യം വന്ന ബലഭദ്രൻ കാളിന്തിയെ ദേഷ്യപ്പെട്ടുകൊണ്ട് കാളിന്തി തീരം മുതൽ ഗോവർദ്ധനം വരെ അദ്ദേഹത്തിൻ്റെ കലപ്പ കൊണ്ട് തോടുണ്ടാക്കി കാളിന്തി വെള്ളം ഗോവർദ്ധനത്തിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു സാഹചര്യം വരുമ്പോൾ അതിജീവിക്കുവാൻ എങ്ങനെ പ്രായോഗികമായി ചിന്തിക്കാം, പ്രവർത്തിക്കാം എന്നതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ ബലഭദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി പദച്ഛേദ നമുക്ക് നോക്കാം. സമ്പന്നോ ഭവതി, സമ്പന്നഃ അധികം ഭവതി. ശുഷ്കാണ്യപതൻ, ശുഷ്കാണി അധികം അപതൻ. അടുത്തതോ പ്രദേശോയം, പ്രദേശഃ അധികം അയം. ഏതദാകർണ്യ, ഏതത് ആകർണ്യ. നാസ്തി, ന അധികം അസ്തി. നവപയോദ ഇവ, നവപയോദഃ അധികം ഇവ. തൃണാന്യേതാനി, തൃണാനി അധികം ഏതാനി. പുനരപി, പുനഃ അധികം അപി. സഹലേന, സഹ അധികം ഹലേന. അടുത്തത് വിഗ്രഹ. മരുപ്രദേശ കൽപ്പഃ, മരുശ്ച അസൗ പ്രദേശഃ മരുപ്രദേശഃ. ഈഷദൂനഃ മരുപ്രദേശഃ. സശോകം, ശോകേന സഹ വർത്തത്തെ. യസ്മിൻ കർമ്മണി തദ്യഥാ ഭവതി തഥാ ശോകേന സഹ വർത്തത്തെ സശോകം. ശോകത്തോടു കൂടി വർത്തിക്കുന്നതാണ് സശോകം. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ കുറെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹലധരഃ, ധരതി ഇതി ധരഃ. ഹലസ്യ ധരഃ, ഹലം ധരിക്കുന്നവൻ, കലപ്പ ധരിക്കുന്നവൻ, അങ്ങനെയാണ് ഹലധരഃ എന്ന പേര്. ഹലായുധഃ, ഹലം ആയുധഃ യസ്യ സഹ. ഹലം, കലപ്പ ആയുധമായിട്ടുള്ളവനാണ് ഹലായുധഃ. ദുർദശ, ദുഷ്ടാ ദശ ദുർദശ. സീരപാണിഹി, സീരഃ പാണൗ യസ്യ സഹ. സീരഃ, സീരഃ കയ്യിലുള്ളവൻ, കലപ്പ കയ്യിലുള്ളവനാണ് സീരപാണി. നവപയോദഃ, നവശ്ച അസൗ പയോദഃ ച. പുതിയതുമാണത്, മേഘവുമാണ്, പുതുമേഘം. ചണ്ഡാംശുകിരണൈഹി, ചണ്ഡാഃ അംശവഃ അസ്യ ഇതി ചണ്ഡാംശുഃ. കഠിനമായ രശ്മികളോട് കൂടിയത്. ചണ്ഡാംശോഹോ കിരണാഃ തൈഹി, കഠിനമായ സൂര്യന്റെ കിരണങ്ങളാൽ. ഭൂലോക സേവിനി, ഭൂലോകസ്യ സേവിനി, ഭൂലോകത്തിന്റെ സേവിനി എന്നർത്ഥം. കാളിന്തി, കലിന്ദാത് പ്രഭൂത, കലിന്ദയിൽ നിന്ന് ആരംഭിച്ചത്. സർവം സഹ, സർവം സഹതേ ഇതി, എല്ലാം സഹിക്കുന്നു എന്നതുകൊണ്ട്. കോപാന്ധഃ, കോപേന അന്ധഃ യഹ സഹ, കോപം കൊണ്ട് അന്ധനായവൻ ആരാണോ അവൻ എന്നർത്ഥം. അംബാരവം, അംബാ ഇതി രവഃ തം, അമ്മ എന്ന ശബ്ദം, അതിനെയാണ് അംബാരവം എന്ന് പറയുന്നത്. ഇനി കോശഃ. ബലഭദ്രഃ, ബലഭദ്രഃ പ്രലംബഘ്നഃ കാമപാലഃ ഹലായുധഃ സംകർഷണഃ
സീരപാണിഹി കാളിന്ദീഭേദനഃ ബലഃ. അടുത്തത് കാളിന്ദി. കാളിന്ദി സൂര്യതനയാ യമുന ശമനസ്വസ. അടുത്തത് സീരഃ. സീരസ്തു ലാംഗലം ഗോദാരണം ഹലം. സ്രോതസ്വിനി സിന്ധു ശൈവലിനി വഹ ച ഹ്രദിനി സ്രോതസ്വിനി നിമ്നഗ. പ്രണാളി ദ്വയോഃ പ്രണാളി പയസ പദവ്യാം. ഭൂമി സർവം സഹ വസുമതി വസുധ ഉർവി വസുന്ധര. ഇനി പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. പ്രഥമം പഠന പ്രവർത്തനം. കഥാം ഭാവാനുസാരം അവതാരയതു. കഥ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, വായിക്കാനും മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഭാവമനുസരിച്ച് കഥ ഒന്ന് വായിക്കണം എല്ലാവരും. അടുത്തത് പാഠഭാഗാത് സമാനാർത്ഥക പദാനി ചിത്വാ ലിഖതു. കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാഠഭാഗത്ത് നിന്ന് അതിൻ്റെ സമാനാർത്ഥക പദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. കാളിന്തി ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. കളിന്ദജ സൂരജ. ഇനി ബലദേവഹ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ബലഭദ്രഹ, ഹലായുധഃ, ഹലധരഃ, സീരപാണിഹി, ഇങ്ങനെ കുറേ എഴുതാൻ പറ്റും. ഒക്കെ പാഠഭാഗത്ത് നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. അടുത്തത് സീരഹ. സീരഹ എന്നുള്ളതിന് ഹലം എന്നൊക്കെ നമുക്ക് എഴുതാം. അടുത്തതോ ക്ഷിതി. ക്ഷിതി പറഞ്ഞ ഭൂമി അല്ലേ? വസുന്ധര, ധരണി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതാം. പാഠഭാഗം നല്ലോണം വായിച്ചിട്ട് പാഠഭാഗങ്ങളിലുള്ള മറ്റു ഭൂമി എന്നർത്ഥമുള്ള പദങ്ങൾ എടുത്ത് എഴുതുക. ഇനി ദശ. ദശ എന്ന് പറഞ്ഞാൽ അവസ്ഥ അല്ലെ? അവസ്ഥ, ദശ, അവസ്ഥ, ഈ അർത്ഥം വരുന്ന മറ്റു പദങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് എടുത്തെഴുതാം. ഇനി നമ്മുടെ അടുത്ത പഠന പ്രവർത്തനം. അധോദത്ത വാക്യാനി പഠിത്വാ ശാതൃ ശാനജന്തരൂപാണി വിവിച്യ ലിഖതു. താഴെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് പഠിച്ചിട്ട് ശാതൃ ശാനജന്ത രൂപങ്ങൾ വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ജനസമൂഹ പ്രകൃതി ദുരന്തം പശ്യൻ കമ്പമാനഃ അഭവത്. ജനസമൂഹ, ജനം എന്നർത്ഥം ജനങ്ങള്, പ്രകൃതി ദുരന്തം പശ്യൻ, പ്രകൃതി ദുരന്തം കണ്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ട്, കമ്പമാനഃ അഭവൻ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരേ സമയം രണ്ട് ക്രിയകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? വർത്തമാനകാലത്തിൽ തന്നെ രണ്ട് ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് രണ്ട് ക്രിയകൾ? അവര് പ്രകൃതി ദുരന്തം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെ പശ്യൻ എന്നത് ശത്രുപ്രത്യയമാണ്. പശ്യതി എന്ന ലട്ട് ലകാരത്തിലുള്ള ക്രിയാരൂപത്തിനോടുകൂടി ശത്രുപ്രത്യയം ചേർക്കുമ്പോൾ പശ്യൻ, ഒരു എന്നൊരു അവസാനം അല്ലെ? പശ്യൻ എന്ന് വരും. അതാണ് ശത്രുപ്രത്യയം. ഇനി ശാനച്ച് പ്രത്യയം അതില് കമ്പമാനഹ എന്നാണ്. വർത്തമാനകാല അർത്ഥത്തിൽ തന്നെയുള്ള കമ്പതേ എന്ന ആത്മനേപതി രൂപത്തിനോട് കൂടിയിട്ട് ശാനച്ചു പ്രത്യയം ചേർക്കുമ്പോൾ കമ്പമാനഹ, ഒരു മാനഹ എന്നുള്ളൊരു പദം കൂടി അവിടെ ചേരും അല്ലെ? അങ്ങനെയാണ് ഏകദേശം. അപ്പൊ കമ്പമാനഹ എന്ന് ശാനച്ചു പ്രത്യയം നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ സെന്റൻസിലെ ശത്രും ശാനച്ചു ഏതാ നോക്കിക്കോളൂ. ശത്രു ഏതാണ്? പശ്യൻ. പശ്യതി എന്നുള്ളതിന്റെ കൂടെ ശത്രു ചേർന്നു. അടുത്തത് ശാനച്ച്, കമ്പമാനഹ, കമ്പത്തെ എന്നതിന്റെ കൂടെ ശാനച്ച് ചേർന്നപ്പോ കമ്പമാനഹ. ഇനി നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. മുഖ്യ സജീവഃ ശുഭം ആശംസമാനഃ പ്രഭാഷണം കുറുവൻ അസ്തി. മുഖ്യ സചിവഃ, നമ്മുടെ മുഖ്യമന്ത്രി, ശുഭം ആശംസമാനഃ, ശുഭം ആശംസിച്ചുകൊണ്ട്, പ്രഭാഷണം കുറുവൻ അസ്തി, പ്രഭാഷണം ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യം ചെയ്യുന്നുണ്ട്. ശുഭം ആശംസിക്കുന്നുണ്ട്, പ്രഭാഷണവും ചെയ്യുന്നുണ്ട്. അപ്പൊ ആശംസമാനഃ എന്ന് അവിടെ ശാനച്ചു പ്രത്യയവും കുറുവൻ എന്നത് ശത്രുപ്രത്യയവുമാണ്. എടുത്തെഴുതാൻ എളുപ്പമാണല്ലോ. നമുക്ക് അടുത്ത ഉദാഹരണങ്ങൾ നോക്കാം. യുവജനോത്സവേ വിജയം ഇച്ഛൻ ഛാത്രഃ നിതരാം യതമാനഃ അവർത്തത. അവിടെ ശാനച്ചു പ്രത്യയം ഏതാണ്? യതമാനഃ. ശത്രുപ്രത്യയം ഇച്ഛൻ. സഹ ഗീതം ശൃണ്വൻ പചമാനഃ അസ്തി. അവിടെ ശത്രു വരണത് ശൃണ്വൻ.
ശാനച്ചു വരുന്നത് പചമാനഃ. അടുത്തത് നോക്കാം. ഭൂസ്ഖലനേന പ്രാതിവേശികസ്യ ഭവനം ഭഗ്നം പശ്യൻ ബാലഃ തപമാനഃ അവർത്തത. അവിടെ ഏതാണ് ശത്രുപ്രത്യയം? പശ്യൻ. ശാനച്ചേതാണ്? തപമാനഃ. ശിഷ്യം പാഠയൻ അധ്യാപകഃ മോദമാനഃ അവർത്തത. അവിടെ പാഠയൻ എന്നുള്ളത് ശത്രുപ്രത്യയവും മോദമാനഃ എന്നുള്ളത് ശാനച്ചു പ്രത്യയവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒരു വാക്യം, ഒരു സെന്റൻസ് തരുമ്പോൾ അതൊന്ന് ശത്രും ശാനച്ചും വേർതിരിച്ചെഴുതിയാൻ എങ്ങനെ എഴുതുന്നു മനസ്സിലായി. അസ്തു, നമുക്ക് അടുത്ത പഠന പ്രവർത്തനം. പാഠഭാഗാത് ത്വാന്ത ല്യബന്ധ തുമുന്നന്താനി അവ്യയാനി ചിത്വാ ലിഖതു. ഇത് നമുക്ക് വളരെ പരിചയമുള്ളതാണ് അല്ലെ. ത്വാന്തം, ലബന്ധം, തുമുന്നന്തം എന്നൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതുമാണ്. ത്വായിൽ അവസാനിക്കുന്നത് ത്വാന്തം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, കൃത്വ. അതുപോലെ ത്വാന്ത പദങ്ങള് ത്വാന്തത്തിന്റെ കോളത്തിൽ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് എടുത്തിട്ട് എഴുതുക. അതുപോലെ തന്നെ ലബന്ധവും സ്വീകൃത്യ ഒരു ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്. വെറും യായിൽ അവസാനിക്കുന്ന ലബന്ധങ്ങളും ഉണ്ടാവും കേട്ടോ. വെറും യാ മാത്രം കണ്ടോ, അങ്ങനെ വരേണ്ട ലബന്ധങ്ങൾ ഉണ്ടാവും, നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ലബന്ധ രൂപങ്ങൾ നമ്മുടെ പാഠഭാഗത്തിലുള്ളത് മുഴുവൻ എടുത്തെഴുതണം. തുമുന്നന്തം, വ്യവഹർത്തും, തും അവസാനിച്ചു അല്ലെ. അങ്ങനെയുള്ള തുമുന്നന്ത പദങ്ങളും നമ്മൾ എവിടെ നിന്ന് എടുത്തെഴുതണം? പാഠഭാഗങ്ങളിൽ നിന്ന് എടുത്ത് ഇവിടെ എഴുതുക. ഇനി അടുത്ത പഠന പ്രവർത്തനം. ഉദാഹരണാനുസാരം വാക്യം പരിവർത്തയതു. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആ ഉദാഹരണത്തിനനുസരിച്ച് നമ്മളോട് വാക്യത്തെ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. കക്ഷ്യായാം മോഹനഃ ഋതേ സർവേ സന്തി. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെ. മോഹനഃ ഋതേ എന്നുള്ളത് ശരിയായ പ്രയോഗമല്ല. ഋതേ ശബ്ദയോഗേ കാ വിഭക്തി? പഞ്ചമി. അപ്പൊ ഋതേ വരുമ്പോ മോഹനഃ എന്നുള്ളത് എങ്ങനെ മാറണം? മോഹനാത് ഋതേ. അത്രയേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കാൻ. അപ്പൊ നമുക്ക് ആ സെന്റൻസ് എങ്ങനെ പറയാം? കക്ഷ്യായാം മോഹനാത് ഋതേ സർവേ സന്തി. അടുത്തത് നോക്കാം. ഗൃഹേ ജനകഃ ഋതേ സർവേ സന്തി. എങ്ങനെ നമ്മൾ എഴുതണം? ഗൃഹേ ജനകാത് ഋതേ സർവം സന്തി. ഉദ്യാനെ പാടലസ്യ ഋതേ സർവാണി പുഷ്പാണി സന്തി. ഉദ്യാനെ പാടലാത് ഋതേ സർവാണി പുഷ്പാണി സന്തി. അടുത്തതോ ആപണാത് പടോലേന ഋതേ സർവം ആനീതം. അപ്പൊ നമ്മൾ അതിനെങ്ങനെ എഴുതണം? ആപണാത് പടോലാത് ഋതേ സർവം ആനീതം. അടുത്തതോ ഗ്രന്ഥാലയേ കുമാരസംഭവഃ ഋതേ അന്യത് സർവമസ്തി. ഗ്രന്ഥാലയേ കുമാരസംഭവാത് ഋതേ അന്യത് സർവമസ്തി. ശ്രദ്ധിക്കുക, ഋതേ ശബ്ദയോഗേ പഞ്ചമീ വിഭക്തി സ്യാത്. ഋതേ ശബ്ദത്തിന്റെ യോഗത്തിൽ ഏത് വിഭക്തിയാണ്? പഞ്ചമീ വിഭക്തി. ഇനി അടുത്ത പ്രവർത്തനം. തവ കാരുണ്യമേവ തൃണാന്യേതാനി തവ പ്രേമ ഏവ ക്ഷീരരൂപേണ പ്രവഹതി ഇതി പങ്ക്തിം വിമൃശ്യ നദീനാം കാലിക പ്രാധാന്യം ഇതി വിഷയേ ചർച്ചാം നയതു. ഒരു ചർച്ച നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വിഷയം തന്നിട്ടുണ്ട്. എന്താണ് വിഷയം? നദികളുടെ കാലിക പ്രാധാന്യം, ഇപ്പോഴത്തെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ഒരു ചർച്ച നടത്താനാണ് പറയുന്നത്. അതിന് 2 വരികൾ നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്ന് പറഞ്ഞ 2 വരികൾ അവര് ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതാണ് ആ വരികള്? തവ കാരുണ്യമേവ തൃണാന്യേതാനി. അല്ലെ, നിന്റെ കാരുണ്യമാണ് ഈ പുല്ലുകള്. തവ പ്രേമയേവ ക്ഷീരരൂപേണ പ്രവഹതി. നിന്റെ സ്നേഹമാണ് ക്ഷീരരൂപത്തിൽ ഒഴുകണത്. ഈ വരികളുടെ ആ വരികളെ വിമർശിച്ചുകൊണ്ട് നദികളുടെ ഇപ്പോഴത്തെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നദികൾ കണ്ട് നല്ലോണം ശീലം ഉണ്ടാവും. നിങ്ങളുടെ വീടിനടുത്തുള്ള പ്രാദേശികമായിട്ടുള്ള നദികളെ കുറിച്ച് ഓർക്കുക, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് കണ്ട് വിലയിരുത്തുക. എന്നിട്ട് എന്താണ്, വൃത്തിയുണ്ടോ, മലിനപ്പെട്ട് കിടക്കാണോ, വെള്ളമുണ്ടോ, ഈ അവസ്ഥയൊക്കെ നല്ലോണം ഒന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് എല്ലാവരും ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. അടുത്തത് പഠന പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ക്രിയാപദ പരിചയമാണ് നമുക്ക് നോക്കാം. ന്യപതത്
നീ ഉപസർഗപൂർവമായിട്ടുള്ള പദ്ല് ഗതൗ ധാതുവിൻ്റെ പരസ്മൈപതി ലങ് രകാരത്തിലെ പ്രഥമ പുരുഷ ഏകവചനമാണ് ന്യപതത്. അതിൻ്റെ ഏകവചന, ദ്വിവചന, ബഹുവചന രൂപങ്ങൾ പ്രഥമ പുരുഷനുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. നിഷസാദ. നിഷസാദ പറഞ്ഞാൽ ഇരുന്നു. നോക്കാം. നീ ഉപസർഗപൂർവക ഷദ്ല് ബ്രാക്കറ്റിൽ സത് വിശരണഗത്യവസാദനേഷു പരസ്മൈപതി ലിട്ട് ലകാരം ലിട്ട് പ്രഥമ പുരുഷ ഏകവചനം. നിഷസാദ, നിഷേധതുഹു, നിഷേധുഹു അതിൻ്റെ ഏകവചന, ദ്വിവചന, ബഹുവചനങ്ങൾ. അടുത്തത് ജായത്തെ. ജനീ പ്രാദുർഭാവേ ആത്മനേപതി ലട്ടാണ്, പ്രഥമ പുരുഷനാണ്, ഏകവചനമാണ്. അതിൻ്റെ 3 രൂപങ്ങൾ എങ്ങനെയാണ്? ജായത്തെ, ജായേത്തെ, ജായന്തെ. അടുത്തത് വ്യദാരയത്. വി ഉപസർഗപൂർവക ദൃഹിംസായാം നിച്ചി പരസ്മൈപതി ലങ് പ്രഥമ പുരുഷ ഏകവചനം. വ്യദാരയത്, വ്യദാരയതാം, വ്യദാരയൻ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഏകവചന, ദ്വിവചന, ബഹുവചന രൂപങ്ങൾ. പ്രാർത്ഥയെ. പ്ര ഉപസർഗപൂർവക അർത്ഥ യാജ്ഞായാം ആത്മനേപതി ലട്ട് ഉത്തമ പുരുഷ ഏകവചനം. പ്രാർത്ഥയെ, പ്രാർത്ഥയാവഹേ, പ്രാർത്ഥയാമഹേ ഏകവചന, ദ്വിവചന, ബഹുവചന രൂപങ്ങൾ. അടുത്തത് പ്രാവഹത് ഒഴുകി എന്നർത്ഥം. പ്ര ഉപസർഗപൂർവക വഹ് പ്രാപണേ പരസ്മൈപതി ലങ് പ്രഥമ പുരുഷ ഏകവചനം. പ്രാവഹത്, പ്രാവഹതാം, പ്രാവഹൻ എന്ന് രൂപം. ഏകവചന, ദ്വിവചന, ബഹുവചന രൂപങ്ങൾ അങ്ങനെയാണ്. ഇതോടെ നമ്മുടെ ക്രിയാപദ പരിചയം കഴിഞ്ഞു. 10ാം ക്ലാസ്സിലെ സംസ്കൃത പാഠങ്ങളുടെ സൗരഭ്യം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്ഷിതിരാർദ്ര ഭവേത് സദാ എന്ന ഒരു പാഠം നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. വന്ദേ സംസ്കൃതമാതരം.